ഹായ്, വെൽക്കം ടു ക്ലബ് സ്കെയിൽ. അപ്പം നോക്കൂ, നമ്മൾ ഏവരും പ്രതീക്ഷിച്ച HST ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തി അല്ലേ? നമ്മുടെ പാതി പണി കഴിഞ്ഞു. ബാക്കി ഇനി എന്താ ഉള്ളത്? മൊഡ്യൂളുകൾ അല്ലേ? മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മലയാളത്തിലാണ് ടേമുകളെല്ലാം. നമുക്ക് മുൻപിൽ ഒരു 5-6 മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ എക്സാം ഉണ്ടാവും. ഓക്കെ, അതിനിടയ്ക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക്കുകൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ട് ബിയിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടോപ്പിക്കുകൾ 8 മൊഡ്യൂളുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഫിസിക്സ് പഠിച്ച ആളും അതുപോലെ തന്നെ കെമിസ്ട്രി പഠിച്ച ആളും ഒരേ സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ് HST ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം ഒരുപാട് വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലേ? ഒരുപാട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ മുൻപ് കണ്ടത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ് അല്ലേ? എന്നാലും നമുക്കെന്താണ്, റാങ്ക് ലിസ്റ്റിൽ എത്തിയേ മതിയാകും. ഓക്കെ, കാര്യങ്ങൾ മലയാളത്തിലാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ടോപ്പിക്കുകൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് കെമിസ്ട്രി പഠിച്ച ആളാണെങ്കിലോ ഫിസിക്സ് ടോപ്പിക്കുകൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാലോ അതും ബുദ്ധിമുട്ടാണ്. ഇനി ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും BEdന് ശേഷമാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, ടച്ച് വിട്ടുപോകാനുള്ള സാധ്യത അവിടെയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിലബസിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ 8 മൊഡ്യൂളുകളിലായിട്ടാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 4ാമത്തെ മൊഡ്യൂള് അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നു 4ാമത്തെ മൊഡ്യൂള്. അവിടെ നോക്കൂ, ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ സിമെട്രി, മില്ലർ ഇൻഡിസസ്, ബ്രാവിസ് ലാറ്റിസ്, ബ്രാഗ്സ് ലോ, പിന്നെയോ പാക്കിംഗ് ഫ്രാക്ഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ ഓരോ ടേമുകളും സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഫിസിക്സുകാർക്കും അതുപോലെ തന്നെ കെമിസ്ട്രിക്കാർക്കും ഒരേപോലെ വഴങ്ങുന്ന ഒരു ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്, ഫിസിക്സുകാരും പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിക്കാരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ ഇതിന്റെ ബാക്കി നോക്കൂ, മൊഡ്യൂൾ 5ാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾ കണ്ടോ, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്, സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സിലബസ് പ്രകാരമുള്ള വീഡിയോ ക്ലാസ്സുകളിൽ നമ്മുടെ ആപ്പിനകത്ത് ചെയ്തു വെച്ചതായിരുന്നു. മലയാളം എന്നൊരു വാക്ക് നമ്മുടെ മാതൃഭാഷ അല്ലേ? മലയാളത്തിൽ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വീഡിയോയും പുതുതായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്നും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്താലോ? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മുടെ സിലബസ് ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. എവിടെ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം അല്ലേ? എന്നാലും ആ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2018, 2016 കാലഘട്ടങ്ങളിലൊക്കെ നടന്ന എക്സാമാണ് അല്ലേ? ഇപ്പോൾ 6 വർഷം പിന്നിട്ടു. 2024 കഴിഞ്ഞ് 2025 നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. PSC അടിമുടി മാറിയിട്ടുണ്ട് ഇല്ലേ? പ്രസ്താവന ചോദ്യങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഡെപ്തിൽ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ? നോക്കൂ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലെ പ്രിൻസിപ്പൽ പ്ലെയിനുകൾ തമ്മിലുള്ള അകലം
2.82 ആംസ്ട്രം ആണ്. 30 ഡിഗ്രി ഗ്ലാൻസിങ് ആംഗിളിൽ ഫസ്റ്റ് ഓർഡർ ബ്രാക്ക് റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിച്ച എക്സ്റേയുടെ തരംഗ ദൈർഘ്യം എത്രയാണ്? കാര്യങ്ങൾ മലയാളത്തിലാണ് അല്ലെ. തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ലാംഡയാണ്. ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ഓർഡർ n ആണ് അല്ലെ. n ലാംഡ ഈസ് ഈക്വൽ ടു 2d sin തീറ്റ. n ലാംഡ ഈസ് ഈക്വൽ ടു 2d sin തീറ്റ. ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഇതാണ് ബ്രാഗ്സ് ഇക്വേഷൻ അല്ലെ. n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്, d എന്ന് പറയുന്നത് പ്ലെയിനുകൾ തമ്മിലുള്ള അകലമാണ്, തീറ്റ എന്ന് പറയുന്നത് എക്സ്റേ ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് അല്ലേ. ഇവിടെ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അകത്ത് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ് അല്ലെ. ഫസ്റ്റ് ഓർഡർ ബ്രാക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ. അപ്പൊ നോക്കൂ, n ഈസ് ഈക്വൽ ടു 1 ആണ്. ലാംഡ തന്നിട്ടുണ്ടോ? ഇല്ല. എക്സ്റേയുടെ തരംഗ ദൈർഘ്യം ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 ഇൻറ്റു ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു d തന്നിട്ടുണ്ടോ? പ്ലെയിനുകൾ തമ്മിലുള്ള അകലം 2.82 ആംസ്ട്രം. അപ്പോൾ 2 ഇൻറ്റു 2.82 ഗുണിക്കണം സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 30 ഡിഗ്രി ആണ് അല്ലെ. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2.82 ഇൻറ്റു 1/2 അല്ലേ. ഈ 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാലോ. ബാക്കി എന്താ ഉണ്ടാവുക? 2.82 അല്ലേ. 1 ഇൻറ്റു ലാംഡ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ് അല്ലേ. 1 ഇൻറ്റു ലാംഡ ഈസ് ഈക്വൽ ടു 2.82 അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2.82. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 2.52 ആംസ്ട്രം, 8.46 ആംസ്ട്രം, 2.82 ആംസ്ട്രം. ഓപ്ഷൻ സി ആണ്. വളരെ എളുപ്പമായിരുന്നു അല്ലേ. n ലാംഡ ഈസ് ഈക്വൽ ടു 2d sin തീറ്റ എന്ന ഇക്വേഷൻ പഠിക്കേണ്ട ജോലി മാത്രമേ നമുക്കുള്ളൂ അല്ലേ. അത് അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് അല്ലേ. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യൂണിറ്റ് സെല്ലുകളൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? യൂണിറ്റ് സെല്ലുകൾ അല്ലേ. ഒരു ക്രിസ്റ്റലിന്റെ ഖരാവസ്ഥയിലുള്ള അല്ലെ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ്, അതല്ലേ യൂണിറ്റ് സെല്ല്. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഘടകങ്ങൾ എവിടെ മാത്രമാണ്? കോർണറുകളിൽ മാത്രമാണ് അല്ലേ. കോർണറുകളിൽ മാത്രമാണ്. ഇതിന്റെ പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് പാക്കിംഗ് ഫാക്ടർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പ്രിമിറ്റീവിനകത്ത് പാക്കിംഗ് ഫാക്ടർ 0.52 ആണ്. ഇനി BCC ആണെങ്കിൽ എത്രയാ? 0.68 ആണ്. FCC ആണെങ്കിൽ 0.4 ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ എ ആണ്. ബൈ ഹാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്നാൽ ഇപ്പൊ ബൈ ഹാർട്ട് പഠിച്ചാൽ മാത്രം പോരാ. എങ്ങനെ കിട്ടി? ദാറ്റ് ഈസ് എന്താണ്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പ്രസ്താവന ചോദ്യങ്ങളുടെ കാലഘട്ടത്തിലാണ് അല്ലെ. എങ്ങനെ കിട്ടി? അവിടെ നിന്ന് എങ്ങാനും ഒരു ചോദ്യം വന്നാൽ നമുക്കതും വിട്ടുകളയാൻ പറ്റത്തില്ല, അതും അറ്റൻഡ് ചെയ്യണം അല്ലെ. നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന. തീപ്പെട്ടി അല്ലെ, തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന അല്ലെ. 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? CTOR HMT എന്ന ഒരു വാച്ചിന്റെ കമ്പനി ഉണ്ട് അല്ലെ. CTOR HMT കോഡ് എന്താണ്? CTOR HMT. സി എന്ന് പറഞ്ഞാൽ ക്യൂബിക് ആണ്, സി ക്യൂബിക് ആണ് അല്ലെ. ടി എന്ന് പറഞ്ഞാലോ ടെട്രഗണൽ ആണ്, ടെട്രഗണൽ. ഇനി ഓ എന്ന് പറഞ്ഞാലോ ഓർത്തോറോംബിക് ആണ് അല്ലെ, ഓർത്തോറോംബിക്.
ഓർത്തോറോംബിക് ഓർത്തോറോംബിക് ആണ്. ആർ റോംബോഹെഡ്രൽ ആണ്. റോംബോഹെഡ്രൽ അല്ലെ, റോംബോഹെഡ്രൽ. ട്രയാഗണൽ എന്നും പറയാറുണ്ട്. ട്രയാഗണൽ. എച്ച് എന്താണ്? ഹെക്സഗണൽ ആണ്. ഹെക്സഗണൽ. എം എന്താണ്? മോണോക്ലിനിക് ആണ് അല്ലെ, മോണോക്ലിനിക്. ടി എന്താണ്? ട്രൈക്ലിനിക് ആണ്. ട്രൈക്ലിനിക് അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുകൾ വന്നത്? എഡ്ജ് ലെങ്തിന്റെയും ആംഗിളിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു അല്ലെ. എഡ്ജ് ലെങ്ത്തുകൾ അല്ലെ ഏതൊക്കെയാണ്? എ ബി സി ആണ്. എയും ബിയും സിയും ഈക്വൽ ആണെങ്കിൽ ക്യൂബിക് ആണ്. എയും ബിയും ഈക്വൽ ആണ് അല്ലെ, അത് സിക്ക് തുല്യമല്ല എങ്കിൽ ടെട്രഗണൽ. ഓർത്തോറോംബിക് എന്ന് പറയുമ്പോഴോ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. നീളവും ഉയരവും അതുപോലെ തന്നെ വീതിയും എന്താണ്? വ്യത്യസ്തമാണ്. അതല്ലേ തീപ്പെട്ടി എന്ന് പറയുന്നത്. തീപ്പെട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉയരവും നീളവും വീതിയും വ്യത്യസ്തമല്ലേ? ആംഗിളുകൾ 90 ഡിഗ്രി ആയിരുന്നു അല്ലേ. അപ്പൊ തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന എന്താണ്? ഓർത്തോറോംബിക്. ഓപ്ഷൻ സി ആണ് അല്ലേ. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദ്യ പേപ്പർ സോൾവ് ചെയ്യുന്നൊന്നും ആരും പറയണ്ട. ഓക്കെ, അപ്പൊ നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതാണ് മോളിക്കുലർ ക്രിസ്റ്റൽ? മോളിക്കുലർ ക്രിസ്റ്റൽ അല്ലേ. അപ്പോൾ ഖരപദാർത്ഥം എന്ന് പറയുമ്പോൾ, സോളിഡ് സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ കണികകളെ എന്താ ചെയ്തത്? ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അറേഞ്ച് ചെയ്തതാണ് അല്ലേ. ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് എന്താണ്? വെൽ ഡിഫൈൻഡ് മാനറിൽ ക്രമീകരിച്ചതാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ മക്കളെ. ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് ഖരാവസ്ഥയാണ് അല്ലേ. ഇത് ഖരാവസ്ഥയാണ്. ഇത് ദ്രാവകാവസ്ഥയാണ്, ഇത് വാതകാവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ ക്ലാസ്സുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നോക്കൂ, ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലം എന്താണ്? വളരെ വളരെ കുറവാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയാണ്? വളരെ വളരെ കൂടുതലാണ് അല്ലേ. ഇനി ഖരം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാസ് ഉണ്ടാവും, പിന്നെയോ വ്യാപ്തമുണ്ടാവും അല്ലേ, ഷേപ്പ് ഉണ്ടാവും, ആകൃതി ഉണ്ടാവും. ദ്രാവകത്തിന് കൃത്യമായിട്ടുള്ള മാസ് ഉണ്ടാവും അല്ലേ, വ്യാപ്തവും ഉണ്ടാവും. ഇനി ആകൃതി ഉണ്ടാവുമോ? ഇല്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയായിരിക്കും അല്ലേ. ഇനി ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ, വാതകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ആകർഷണ ബലമോ വളരെ കുറവാണ്. ആകൃതി ഉണ്ടാവുമോ? ഇല്ല. വ്യാപ്തം ഉണ്ടാവുമോ? കൃത്യമായിട്ടുള്ള വ്യാപ്തം ഉണ്ടാവില്ല അല്ലേ. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും, കൂടാതെ പാത്രത്തിന്റെ ആകൃതിയുമായിരിക്കും അല്ലേ. ഇപ്പൊ ഈ കണികകളെയൊക്കെ എങ്ങനെയാ അടുക്കി പെറുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പരസ്പരം ഒരു ബലം, ആകർഷണ ബലം ഉണ്ടാവില്ലേ. ഈ ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഖരത്തെ 4ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മോളിക്കുലർ ക്രിസ്റ്റൽ, മോളിക്കുലർ സോളിഡ്സ് അല്ലെ, ഖര തന്മാത്രകൾ. പിന്നെയോ അയോണിക് ക്രിസ്റ്റൽസ്, അയോണിക ഖരങ്ങൾ. പിന്നെയോ മെറ്റാലിക് ക്രിസ്റ്റൽ, ലോഹീയ ഖരങ്ങൾ അല്ലേ. പിന്നെയോ കോവാലൻ ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സഹസംയോജക ഓർ ശൃംഖലാഖരങ്ങൾ. പഠിച്ചില്ലായിരുന്നോ? അപ്പൊ നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതാണ് മോളിക്കുലർ ക്രിസ്റ്റൽ? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, പിന്നെയോ കാർബോറണ്ടം. ഇവരൊക്കെ എന്താണ്? സഹസംയോജക അല്ലെങ്കിൽ ശൃംഖലാഖരങ്ങളാണ് അല്ലെ, മോളിക്കുലർ ക്രിസ്റ്റൽ അല്ല. അപ്പൊ മോളിക്കുലർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത്തരത്തിലൊരു ടേബിള് NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ.
പ്യുർ NCERT ആണ്. അടുത്തതോ NaCl ക്രിസ്റ്റൽ MgCl2 ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ന്യൂനത അല്ലേ? NaCl ക്രിസ്റ്റലിനകത്തേക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് കൊണ്ടുവരികയാണ്. നോക്കൂ, NaCl ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവുക? Na+ഉം Cl- അല്ലേ? Na+ഉം Cl- അടുക്കി പെറുക്കി വെച്ചതാണ് NaCl ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ. ഇവിടേക്കാണ് ആരെ കൊണ്ടുവരുന്നത്? മഗ്നീഷ്യം ക്ലോറൈഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സ്ട്രോൺഷ്യം ക്ലോറൈഡ് കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന ന്യൂനത അല്ലേ? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആയിരുന്നു. അല്ലെങ്കിലോ അപദ്രവ്യങ്ങളുടെ ന്യൂനത, അപദ്രവ്യ ന്യൂനത അല്ലേ? ഇവിടെ സ്ട്രോൺഷ്യം ക്ലോറൈഡിന് പകരം ആരാണ്? മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. മഗ്നീഷ്യം ക്ലോറൈഡ് കൊണ്ടുവരുന്ന സമയത്തും ഇതേ എഫക്റ്റ് തന്നെയാണ് അല്ലേ? സോഡിയം അയോണുകളെ, Na+ അയോണുകളെ Mg2+ അയോണുകൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. Na+ന് പകരം ആ ഒരു ക്രിസ്റ്റലിനകത്തേക്ക് Mg2+ വരുന്നു. അപദ്രവ്യമാണ് അല്ലേ? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ അല്ല. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് അല്ല, ഷോർട്ട്കി അല്ല, ഫ്രങ്കൽ അല്ല. ഏതാണ്? അപദ്രവ്യ ന്യൂനത അഥവാ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അങ്ങനെയൊന്നും ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ ഏതാ ആൻസർ? ഇതൊന്നുമല്ല, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം മലയാളത്തിലാണ്. എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എന്താണ് 8 മൊഡ്യൂളുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സബ്ജക്റ്റ് ക്ലാസ്. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ആപ്പിനകത്ത് റെഡിയാണ്. അതെല്ലാം എന്ത് ചെയ്യാണ്? നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കൂ, എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നോക്കൂ, 1, 2, 3 അല്ലേ? 4, 5. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, അത്ര എളുപ്പമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം നമുക്ക് എന്താണ്, ഒരു 3 ചോദ്യങ്ങളെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. 3 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ? നോക്കൂ, സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ. അപ്പൊ എന്താണ് ഖരം നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലേ, ടീച്ചറുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ എന്താണ്, ബെഞ്ചിലിരിക്കുകയല്ലേ, അവരനങ്ങുന്നില്ലല്ലോ. അവരെന്താണ്, ഖരാവസ്ഥയിലാണ്. ടീച്ചർ പുറത്തിറങ്ങിയാലോ അവർ പതുക്കെ എന്താണ്, ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഓരോ ആളുകൾ എന്താണ്, ഓരോ കോണിൽ നിന്നും എണീക്കാൻ തുടങ്ങും അല്ലേ? ഇനി സ്കൂൾ വിട്ടാലോ, 4 മണിയുടെ ബെല്ലടിച്ചാലോ അവര് വാതകാവസ്ഥയിലേക്ക് മാറി അല്ലേ? അപ്പൊ നോക്കൂ, സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ ഭൗതിക അവസ്ഥകളിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നു. എന്താ ദ്രവ്യം എന്ന് പറഞ്ഞാൽ? നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലവും മാസുമുള്ള എല്ലാം എന്താണ്, ദ്രവ്യമാണ്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പെൻസിൽ അല്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഞാൻ ഒക്കെ എന്താണ്, ദ്രവ്യമാണ്. എന്നാൽ ദ്രവ്യമല്ലാത്ത ഒന്ന്, നിങ്ങളുടെ ചിന്ത ഇപ്പം എന്താണ്, പല റീജിയനിൽ പോയിട്ടുണ്ടാവും അല്ലേ? കിട്ടിയോ ദ്രവ്യമല്ലാത്ത ഒന്നിന് ഉദാഹരണം? എൻ്റെ നിഴൽ അല്ലേ, എൻ്റെ ഷേഡോ, എൻ്റെ ഫീലിങ്സ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതൊക്കെ ദ്രവ്യമാണോ? അല്ല. കാരണം ഇതിന് മാസില്ല, ഇതിന് വ്യാപ്തമുണ്ടോ? ഇല്ല. നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലം വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തല്ല, ദ്രവ്യങ്ങളല്ല. അപ്പൊ ദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലവും കൂടാതെ മാസും ഉണ്ടായിരിക്കണം. ദ്രവ്യത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭൗതിക അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. ഖരത്തെ അപേക്ഷിച്ച് ദ്രാവകത്തിലെയും വാതകത്തിലെയും കണങ്ങൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ് അല്ലേ? ചലന സ്വാതന്ത്ര്യം കൂടിയതിനാൽ ഇവയെ ദ്രവങ്ങൾ, ഫ്ലൂയിഡുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഫ്ലോ ചെയ്യുന്നുണ്ട് ഇവര് അല്ലേ? അപ്പൊ ഖരം എന്ത് ചെയ്യുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, നോക്കൂ, പദാർത്ഥങ്ങളെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇനി ഖരാവസ്ഥയിലേക്ക് വന്നാൽ, ഖരാവസ്ഥ ഏതൊക്കെ തരത്തിലുണ്ട്?
പരലുകളുണ്ട്. പരലുകളാണ് ട്രൂ സോളിഡ്സ്. അമോർഫസ് എന്ന് പറഞ്ഞാലോ സ്യൂഡോ സോളിഡ്സ് ആണ്, അല്ലെ? അല്ലെങ്കിൽ കപടഖരങ്ങൾ എന്ന് പറയാം. കപടഖരങ്ങൾ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഖരാവസ്ഥയിൽ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഫ്ലോ ചെയ്യുന്നില്ല, ഒഴുകുന്നില്ല, അല്ലെ? ദ്രവങ്ങളല്ല, ദ്രാവകമല്ലട്ടോ, ദ്രവങ്ങളല്ല ഖരം എന്ന് പറയുന്നത്. എന്നാൽ കപടഖരങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്, അത് ഒഴുകുന്നുണ്ട്. വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ ജനാലയുടെ ചില്ല്, അല്ലെ, ഗ്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അടിഭാഗത്ത് നല്ല കട്ടി കാണാം. കാരണം എന്താണ്? ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അമോർഫസ് സോളിഡ് ആണ്, കപടഖരമാണ്. അത് ഫ്ലോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അടിഭാഗം നല്ല കട്ടിയുള്ളതും മുകളിൽ കട്ടി കുറഞ്ഞതുമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഖരാവസ്ഥയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ നോക്കാം, അല്ലെ? ഖരാവസ്ഥയെ സംബന്ധിച്ചുള്ള ചില ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്, അല്ലെ? എന്തൊക്കെയാണ്? ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള മാസ് ഉണ്ട്, വ്യാപ്തമുണ്ട്, ആകൃതിയുണ്ട്, ഇല്ലേ? കണികകൾ തമ്മിലുള്ള അകലം വളരെ വളരെ ചെറുതാണ്. കണികൾ തമ്മിലുള്ള ബലം വളരെ സ്ട്രോങ് ആണ്, അല്ലെ? ശക്തിയുള്ളതാണ്. കണികകൾക്ക് വ്യക്തമായ സ്ഥാനമുണ്ടായിരിക്കും. പിന്നെയോ അവ അതിൻ്റെ സ്ഥാനത്ത് നിന്നും തുലനം ചെയ്യുന്നു, അല്ലെ? ഇരുന്ന പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, തുലനം ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇവയെ സങ്കോചിപ്പിക്കാൻ കഴിയാത്തതും ദൃഢവുമായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഖരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഖരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പം ഇത്തരം പ്രസ്താവനകൾ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പലപ്പോഴും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തെറ്റിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി നോക്കൂ, ഖരാവസ്ഥ, അല്ലെ? ഖരങ്ങൾ രണ്ട് തരത്തില്. ആരൊക്കെയാണ്? പരലുകളുണ്ട്, പിന്നെയോ അമോർഫസ് ഖരങ്ങൾ, അല്ലെ? പരലുകൾ അഥവാ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അമോർഫസിനെ അമോർഫസ് എന്ന് തന്നെയാണ് പറയാറ്, അല്ലെ? ഇനി എന്താണ് ഈ പരലുകൾ അഥവാ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ? കണികകൾക്ക് ദീർഘപരിധിക്രമം ആണുള്ളത്, അല്ലെ? ലോങ് റേഞ്ച് ഓർഡർ ആണ്. നമ്മൾ പറഞ്ഞു കണികകൾ എന്ത് ചെയ്യാണ്? ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്, അല്ലെ? ഈ ഒരു ക്രമീകരണം ലോങ് റേഞ്ച് ഓർഡർ ആണ്, ദീർഘപരിധിക്രമമാണ്, അല്ലെ? കണികകൾ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ അസംബ്ലിക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകാറില്ലേ? ടീച്ചേഴ്സിന്റെ സാന്നിധ്യത്തിൽ അവരെന്താണ്? വരികളിലും നിരകളിലും ഒക്കെ ആയിട്ടാണ് നിൽക്കാറ്, അല്ലേ? അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരലുകൾ, ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നോക്കൂ, നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കൂ. ഇവിടെ നോക്കൂ, കണികകൾ അറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന്. അവിടെ ഒരു ദീർഘ പരിധിക്രമമല്ലേ? കണികകൾ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രത്തിനകത്ത് നോക്കൂ, ക്രമീകരണം അത്ര കണ്ട് പെർഫെക്റ്റ് അല്ല, അല്ലേ? ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഹ്രസ്വ പരിധിക്രമമാണ്. അപ്പൊ അമോർഫസ് സോളിഡിലേക്ക് കടന്നാൽ ഹ്രസ്വ പരിധിക്രമമാണ്, ക്രിസ്റ്റലൈൻ സോളിഡിലേക്ക് കടന്നാൽ ദീർഘപരിധിക്രമമാണ്. ഓക്കെ, അമോർഫസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ആകൃതി ഇല്ലാത്തത് എന്നാണ്. ആകൃതി ഇല്ലാത്തത്. ഖരപദാർത്ഥങ്ങളുടെ ചില ഭാഗത്ത് മാത്രം കൃത്യമായ ക്രമീകരണം കാണുന്നു. ചില ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള ക്രമീകരണം ഉള്ളത്. ഓക്കെ, അപ്പൊ അസംബ്ലിക്ക് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇല്ല എങ്കിൽ ചില കുട്ടികൾ മാത്രം വരിയിലൊക്കെ നടക്കും, അല്ലെ? ചില ആളുകൾ വരി തെറ്റിക്കുകയോ ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് എണ്ണം മാത്രമേ കുറച്ച് കുട്ടികൾ മാത്രമേ എങ്ങനെ നടക്കും? വരിയിൽ നടക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ആളുകൾ വരി തെറ്റിച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അത്തരം ഒരു ക്രമീകരണമാണ് അമോർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, പരലുകൾ ദീർഘപരിധിക്രമമുള്ളതാണ്. അതേസമയത്ത് അമോർഫസ് എന്ന് പറയുന്നതോ ഹ്രസ്വ പരിധിക്രമമുള്ളതാണ്.
ഇനി അമോർഫസും അതുപോലെ തന്നെ ക്രിസ്റ്റലൈനും തമ്മിലുള്ള അല്ലെങ്കിൽ പരലുകളും അമോർഫസും തമ്മിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അല്ലേ പ്രത്യേകത, ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നോക്കൂ, പരലുകൾ അസമദൈശിക സ്വഭാവമുള്ളതാണ്. എന്താണ് ഈ അസമദൈശിക സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു മലയാളം വേർഡ് നമുക്ക് ഫെമിലിയർ അല്ല അല്ലേ? They are anisotropic in nature, അല്ലേ? Anisotropic in nature. എന്താണ് ഈ anisotropic in nature എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അനൈസോട്രോപ്പിക് എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത്, ഈ പരലിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? വ്യത്യസ്ത ദിശകളിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ മെഷർ ചെയ്യുകയാണ്. നോക്കൂ, എ ബി എന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്താൽ കിട്ടുന്ന ഭൗതിക ഗുണമായിരിക്കില്ല സി ഡി എന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്താൽ കിട്ടുക. ദാറ്റ് ഈസ്, ഈ പരലുകൾ എന്ന് പറയുന്നത് എന്താണ്? അസമദൈശിക സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ അമോർഫസിലേക്ക് പോയി കഴിഞ്ഞാലോ, നമ്മൾ ഏത് ദിശയിൽ ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്താലും സെയിം വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രതിരോധം, ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? മെഷർ ചെയ്താൽ സെയിം വാല്യൂ കിട്ടുന്നത്, ഒരേ വാല്യൂ കിട്ടുന്നത് അമോർഫസ് ഖരത്തിനകത്താണ്. അതിനെയാണ് സമദൈശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അമോർഫസ് സോളിഡുകൾ, അമോർഫസ് ഖരങ്ങൾ സമദൈശിക സ്വഭാവം കാണിക്കുന്നു. എന്നാൽ പരലുകളോ അസമദൈശിക സ്വഭാവം കാണിക്കുന്നു. ഇനി ഇവർക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ? ഉദാഹരണങ്ങൾ അല്ലെ? പരലുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, ഐസ്, നാഫ്തലീൻ തുടങ്ങിയവ. ഇനി അമോർഫസിലേക്ക് വന്നാലോ, കപടഖരങ്ങളാണ് അല്ലെ? കപടഖരങ്ങൾ, കപടഖരങ്ങൾ സ്യൂഡോ സോളിഡ്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് അല്ലെ, ഗ്ലാസ്, ക്വാർട്സ് ഗ്ലാസ്, റബ്ബർ, അമോർഫസ് സിലിക്ക, കോൾ, കരി, കോക്ക്, ഇതൊക്കെ എന്താണ്? അമോർഫസിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നോക്കൂ, പദാർത്ഥങ്ങളിലെ കണികകൾക്കിടയിൽ 4 തരത്തിലുള്ള ബലങ്ങളുണ്ട്. ഖരപദാർത്ഥം എന്ന് പറയുമ്പോൾ കണികകളെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ക്രമീകരിച്ചതാണ് അല്ലേ? ഇങ്ങനെ ക്രമീകരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു ആകർഷണ ബലം ഉണ്ടാവില്ലേ? ആ ആകർഷണ ബലം 4 തരത്തിലാണ്. ഏതൊക്കെയാണ്? വാൻഡർവാൾസ് ബലം, അയോണിക ബലം, സഹസംയോജക ബലം, ലോഹീയ ബലം. അല്ലേ? വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. സംശയമുണ്ടെങ്കിൽ +1 ക്ലാസ്സുകളിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ഒന്ന് ചെക്ക് ചെയ്തേ. ഇനി അയോണിക് ഫോഴ്സ് അല്ലേ? അയോണിക ബലം, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പിന്നെയോ കോവാലൻ ഫോഴ്സ് അല്ലേ? സഹസംയോജക ബലം, ലോഹീയ ബലം അല്ലേ? അപ്പൊ 4 തരത്തിലുള്ള ആകർഷണ ബലങ്ങൾ. ഇത് ഓരോന്നും കാണപ്പെടുന്നത് ഓരോ തരത്തിലുള്ള ഖരങ്ങളിലാണ്. നോക്കൂ, വാൻഡർവാൾസ് ബലം അനുഭവപ്പെടുന്നത് തന്മാത്രാ ഖരങ്ങളിലാണ്. തന്മാത്രാ ഖരങ്ങൾ അഥവാ മോളിക്കുലർ സോളിഡ്സ്. അയോണിക ബലം അനുഭവപ്പെടുന്നത് അയോണിക ഖരങ്ങളിലാണ്. അയോണിക ഖരങ്ങൾ അഥവാ അയോണിക് സോളിഡ്സ്. ഈ സഹസംയോജക ബലം അനുഭവപ്പെടുന്നതോ സഹസംയോജക ഖരങ്ങൾ അല്ലെങ്കിൽ സഹസംയോജക ഖരങ്ങൾ. മറ്റൊരു പേരെന്താണ്? ശൃംഖലാഖരങ്ങൾ. ശൃംഖലാഖരങ്ങൾ. ഇനി ലോഹീയ ബലം എവിടെയാണ്? ലോഹീയ ഖരത്തിനകത്താണ്. ലോഹീയ ഖരങ്ങൾ. അപ്പൊ 4 തരത്തിലുള്ള ഖരങ്ങൾ അല്ലെ? ഏതൊക്കെയാണ്? തന്മാത്രാ ഖരങ്ങൾ, അയോണിക ഖരങ്ങൾ,
സഹസംയോജക അല്ലെങ്കിൽ ശൃംഖലാഖരങ്ങൾ, ലോഹീയ ഖരങ്ങൾ. അവിടെ കണികകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പ്രത്യേകതകളൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പൊ നോക്കൂ, ആദ്യം തന്നെ തന്മാത്രാഖരം അല്ലേ. ഖരങ്ങളുടെ ഇനം എന്താണ്? തന്മാത്രാഖരമാണ്. അവിടെ ഘടക കണികകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തന്മാത്രകളാണ്. ബന്ധനം ഏതാണ്? പരിക്ഷേപണ ബലം അല്ലെങ്കിൽ ലണ്ടൻ ബലം. പിന്നെയോ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, എന്താ അതിന്റെ മലയാളം? ദ്വിധ്രുവ പാരസ്പര്യം. ദ്വിധ്രുവ പാരസ്പര്യം. പിന്നെയോ ഹൈഡ്രജൻ ബന്ധനം അല്ലെ. ഹൈഡ്രജൻ ബന്ധനം. ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഇഷ്ടം തോന്നിയതാണ്. ആരോടൊക്കെ? ഹൈഡ്രജന് ഫ്ലൂറിനോട് ഇഷ്ടം തോന്നാം അല്ലെ. പിന്നെയോ ഓക്സിജനോട് ഇഷ്ടം തോന്നാം. പിന്നെയോ നൈട്രജനോട് ഇഷ്ടം തോന്നാം. വേറെ ആരോടും ഇഷ്ടം തോന്നില്ല അല്ലെ. അപ്പോ ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഹൈഡ്രജനും നൈട്രജനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതാണ് ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ബന്ധനം അല്ലെ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അത് തന്നെ പല തരത്തില് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്മാത്രാഖരത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അധ്രുവീയ തന്മാത്രാഖരങ്ങൾ, ധ്രുവീയ തന്മാത്രാഖരങ്ങൾ, ഹൈഡ്രജൻ ബന്ധന തന്മാത്രാഖരങ്ങൾ അല്ലെ. ധ്രുവീയ എന്ന് പറഞ്ഞാൽ അല്ലെ, ധ്രുവീയ പോളാർ ആണ്, പോളാർ. അധ്രുവീയ എന്ന് പറഞ്ഞാലോ നോൺ പോളാർ. നോൺ പോളാർ നമ്മൾ പഠിച്ചില്ലേ? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ചേരേണ്ടതേ ചേരാവും. പോളാർ സൊല്യൂട്ട് ഓൾവേസ് ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെന്റ് അല്ലെ. നോൺ പോളാർ സൊല്യൂട്ട് ഓൾവേസ് ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ സോൾവെന്റ്. ഒന്ന് ചെക്ക് ചെയ്തേ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ +2 ക്ലാസ്സുകളിൽ ഇല്ലേ, അവിടെ പഠിച്ചിട്ടുണ്ട് പോളാർ എന്താണ്, നോൺ പോളാർ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ നോക്കൂ, നോൺ പോളാർ അധ്രുവീയ തന്മാത്രാഖരങ്ങളിൽ ഏത് ബന്ധനമാണ്? പരിക്ഷേപണ ബലം അല്ലെങ്കിൽ ലണ്ടൻ ബലം എന്ന് പറയും. ധ്രുവീയ പോളാർ തന്മാത്രാഖരങ്ങളിലോ ദ്വിധ്രുവ പാരസ്പര്യം, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഹൈഡ്രജൻ ബന്ധന തന്മാത്രാഖരങ്ങളാണെങ്കിലോ ഹൈഡ്രജൻ ബന്ധനമാണ്. ഉദാഹരണം നോക്കൂ, ആരൊക്കെയാണ്? അധ്രുവീയ തന്മാത്രാഖരങ്ങൾ എന്ന് പറഞ്ഞാൽ ആർഗൺ, കാർബൺ ടെട്രാക്ലോറൈഡ്, H2, I2, പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു തന്മാത്രാഖരമാണ് അല്ലെ. ഭൗതിക സ്വഭാവം മൃദുവായതാണ്. പിന്നെയോ വൈദ്യുത ചാലകത എങ്ങനെയാണ്? കുചാലകങ്ങളാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ദ്രവണാങ്കോ വളരെ കുറവാണ്, ദ്രവണാങ്കം വളരെ കുറവാണ്. ഇനി പോളാറിലേക്ക് വന്നാലോ അല്ലെ, HCl and SO2 ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫർ ഡൈ ഓക്സൈഡും എന്താണ്? ഉദാഹരണമാണ്. ഇവരുടെ ഭൗതിക സ്വഭാവം എങ്ങനെയാണ്? മൃദുവായതാണ്. ഇവരും എന്താണ്? കുചാലകങ്ങളാണ്, വൈദ്യുതി കടത്തിവിടുന്നില്ല. ദ്രവണാങ്കം എങ്ങനെയാണ്? കുറവാണ് അല്ലെ. ഇനി ഹൈഡ്രജൻ ബന്ധന തന്മാത്രാഖരങ്ങളിലേക്ക് വന്നാലോ ഘടകകണികൾ തന്മാത്രകൾ തന്നെയാണ് അല്ലെ. ഹൈഡ്രജൻ ബന്ധനം അല്ലെ, ആകർഷണ ബലം എന്താണ്? ഹൈഡ്രജൻ ബന്ധനമാണ്. ഇനി ഉദാഹരണം ആരാണ്? അല്ലെ, വാട്ടർ അല്ലെ, വെള്ളമാണ്. വെള്ളത്തിന്റെ ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ ഐസാണ്. ഇനി ഭൗതിക സ്വഭാവം എങ്ങനെയാ? ദൃഢമായതാണ്. വൈദ്യുതി കടത്തിവിടുവോ? ഇല്ല, കുചാലകങ്ങളാണ് അല്ലെ. ദ്രവണാങ്കം കുറവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് തന്മാത്രാഖരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഏതായിരുന്നു? അയോണിക ഖരങ്ങളാണ് അല്ലെ, അയോണിക് സോളിഡ്സ്. ഘടക കണികകൾ ആരായിരിക്കും? ഒരു സംശയം വേണ്ട, അയോണുകളാണ്. അയോണുകൾ, ആനയോണുകളും കാറ്റയോണുകളും. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ആനയോൺ എന്ന് വിളിക്കും അല്ലെ. കാറ്റയോണുകൾ ചെറുതും ആനയോണുകൾ വലുതുമാണ് അല്ലെ. കാറ്റയോണുകൾ, കാറ്റ് പൂച്ച ചെറുതല്ലേ, ആനയോണുകൾ അല്ലെ ആന വലുതാണ്.
അപ്പൊ കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് കുളോംബിക് ബലം എന്നറിയപ്പെടുന്നത്. വൈദ്യുതാകർഷണ ബലം. ഉദാഹരണം ഏതൊക്കെയാ? NaCl ഉദാഹരണമാണ്. മഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്, കാൽസ്യം ഫ്ലൂറൈഡ് അല്ലേ? ഭൗതിക സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാലോ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആണ് അല്ലെ. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ കടുപ്പമുള്ളവയുമാണ് എന്നാൽ പൊട്ടിപ്പോകുന്നവയുമാണ് അല്ലെ. കട്ടിയുള്ളവയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുമാണ്. നമുക്ക് വൈദ്യുത ചാലകത എങ്ങനെയാണ്? ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയിലോ വൈദ്യുതി കടത്തിവിടുന്നു അല്ലെ. അപ്പൊ നോക്കൂ, ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ജലീയ ലായനി ആയിരിക്കുമ്പോഴും വൈദ്യുതി കടത്തിവിടുന്ന ആളുകളെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ടല്ലോ. എന്തായിരുന്നു അത്? ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റ് പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇലക്ട്രോലൈറ്റുകൾ. ആസിഡുകൾ ഇലക്ട്രോലൈറ്റുകളാണ്, ബേസുകൾ ഇലക്ട്രോലൈറ്റുകളാണ്. ഇവ രണ്ടും കൂടിച്ചേർന്നുണ്ടാവുന്ന ലവണങ്ങൾ അല്ലെ, സോൾട്ടുകൾ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ഇവരുടെ ദ്രവണാങ്കം എങ്ങനെയാണ്? ഉയർന്നതാണ് അല്ലെ, ഉയർന്ന ദ്രവണാങ്കമാണ്. ഇനി അടുത്ത ഖരത്തിലേക്ക് വന്നാലോ, ലോഹീയ ഖരങ്ങൾ, മെറ്റാലിക് സോളിഡ്സ് അല്ലെ. വികേന്ദ്രീകൃതപ്പെട്ട ഇലക്ട്രോൺ സാഗരത്തിൽ ചുറ്റപ്പെട്ട ധന അയോണുകളാണ് ഘടക കണികകൾ അല്ലെ. വികേന്ദ്രീകൃതപ്പെട്ട ഇലക്ട്രോൺ സാഗരത്തിൽ ചുറ്റപ്പെട്ട ധന അയോണുകൾ അല്ലെ. മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെല്ലായ്പ്പോഴും എന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് അല്ലെ. M+ അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോണുമായിട്ട് മാറുകയാണ്. അപ്പോ ഇലക്ട്രോണിന്റെ ഒരു സാഗരത്തില് ആരാണ്? പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണുകൾ. അവരാണെന്ത്? ഘടക കണികകൾ എന്ന് പറഞ്ഞാൽ. വികേന്ദ്രീകൃതപ്പെട്ട ഇലക്ട്രോൺ സാഗരത്തിൽ ചുറ്റപ്പെട്ട ധന അയോണുകൾ, അവരാണ് ഘടക കണികകൾ. ഇനി ബന്ധനം എന്ന് പറഞ്ഞാലോ ലോഹീയ ബന്ധനം എന്നറിയപ്പെടുന്നു. അത് പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലെ. ഉദാഹരണം ഏതൊക്കെയാണ്? കോപ്പർ, അയൺ, സിൽവർ, മഗ്നീഷ്യം, ഇവരൊക്കെ എന്താണ്? ഉദാഹരണമാണ് അല്ലെ, ലോഹങ്ങളാണ്. ഇനി നോക്കൂ, ഭൗതിക സ്വഭാവം. ലോഹങ്ങളുടെ സ്വഭാവം നമുക്കറിയാലോ, ദൃഢമായതാണ് അല്ലെ, ഹാർഡാണ്. പിന്നെയോ അടിച്ചു പരത്താൻ വേണ്ടി പറ്റും, മാലിയബിൾ അല്ലെ, മാലിയബിൾ ആണ്. പിന്നെയോ വലിച്ചു നീട്ടാൻ വേണ്ടി പറ്റും, ദാറ്റ് ഈസ് ഡക്റ്റൈൽ ആണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് അല്ലെ. ഞാൻ ഓർത്തു വെക്കാറ് മാലിയബിൾ M എന്ന് പറഞ്ഞാൽ ഒരു പരന്ന അവസ്ഥയല്ലേ അല്ലെ. മാലിയബിൾ എന്താണ്? അടിച്ചു പരത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാലോ വലിച്ചു നീട്ടാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇവരുടെ വൈദ്യുത ചാലകത എങ്ങനെയാണ്? സുജാലകങ്ങളാണ്, കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ കുജാലകങ്ങളും സുജാലകങ്ങളും അല്ലെ. കുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാത്ത ആളുകളാണ്. സുജാലകങ്ങൾ എന്ന് പറഞ്ഞാലോ വൈദ്യുതി കടത്തിവിടുന്ന ആളുകൾ. ഇനി ദ്രവണാങ്കം എങ്ങനെയാണ്? മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ലോഹങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, സാമാന്യം ഉയർന്നതാണ് അല്ലെ. ഇനി അടുത്തതാരാണ്? സഹസംയോജക അല്ലെങ്കിൽ ശൃംഖലാഖരങ്ങൾ, കോവാലൻ ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. അവിടെ ഘടക കണികകൾ ആരാണ്? ആറ്റങ്ങളാണ്. ഇനി ബന്ധനം ഏതാണ്? സഹസംയോജക ബന്ധനം. പഠിച്ചിട്ടില്ലേ? സഹസംയോജക ബന്ധനം ഇലക്ട്രോണുകൾ പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ ഫോം ചെയ്യുന്നതാണ് സഹസംയോജക ബന്ധനം. ഉദാഹരണം ഏതൊക്കെയാണ്? സിലിക്കൺ ഡയോക്സൈഡ് അല്ലെ, സിലിക്കൺ കാർബൈഡ്, പിന്നെയോ കാർബണിന്റെ രൂപാന്തരത്വം, വജ്രം അല്ലെ, അലൂമിനിയം നൈട്രേറ്റ്. കാർബണിന്റെ മറ്റൊരു രൂപാന്തരത്വം ഉണ്ടല്ലോ, അതാരാ? ഗ്രാഫൈറ്റ് അല്ലെ. ഗ്രാഫൈറ്റ് കേട്ടിട്ടില്ലേ? ഗ്രാഫൈറ്റ് മറ്റൊരു രൂപാന്തരത്വമാണ് അല്ലെ. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല അല്ലെ, മൃദുവായതാണ്. കുജാലകങ്ങളാണോ? അല്ല, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടുന്നവയാണ് അല്ലെ. അവരെന്താണ്? സുജാലകങ്ങളാണ്. സുജാലകങ്ങൾ എക്സെപ്ഷൻ ആണ് അല്ലെ. ഗ്രാഫൈറ്റ് എക്സെപ്ഷൻ ആണ്, വൈദ്യുതി ചാലകതയുണ്ട്, സുജാലകമാണ്. ഓക്കെ. അപ്പൊ 4 തരത്തിലുള്ള ഖരങ്ങൾ ഏതൊക്കെയാണ്? തന്മാത്രാ ഖരങ്ങൾ, പിന്നെയോ അയോണിക ഖരങ്ങൾ, ലോഹീയ ഖരങ്ങൾ,
സഹസംയോജക അല്ലെങ്കിൽ ശൃംഖലാഖരങ്ങൾ. തന്മാത്രാഖരങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ധ്രുവീയഖരങ്ങൾ, അധ്രുവീയഖരങ്ങൾ, പിന്നെയോ ഹൈഡ്രജൻ ബന്ധന ഖരങ്ങൾ. മലയാളം വാക്കാണ് അവിടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ഓക്കെ, അപ്പൊ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ട്സും അതുപോലെ തന്നെ ഈ ഒരു സ്ലൈഡും ഷെയർ ചെയ്യുന്നതാണ്. ഇത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എക്സാം പ്രതീക്ഷിക്കുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ നമുക്ക് മുൻപിൽ ഒരു 5-6 മാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, മലയാളം വാക്കുകൾ നമുക്ക് വശത്താക്കിയെടുക്കാം. ഓക്കെ, ഇനി ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെ, 3 dimensional arrangement of constant particles is known as crystal lattice അല്ലെ. മലയാളം എന്താണ്? പരൽജാലിക അല്ലെ, പരൽജാലിക. ഒരു ക്രിസ്റ്റലിലെ ഘടക പദാർത്ഥങ്ങളുടെ എന്താണ് 3D ക്രമീകരണം. അതിനെയാണ് എന്തെന്ന് പറയാ? പരൽജാലിക അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇത്തരത്തിൽ ഘടക കണികകളെ അറേഞ്ച് ചെയ്തതിനെ, ക്രമീകരിച്ചതിനെയാണ് നമ്മൾ ഖരാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. ഒന്നിനോട് തൊട്ടിട്ട് മറ്റൊന്ന് അല്ലേ. ഇവിടെ കണികകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ്, ആകൃതി നമ്മൾ സ്പിയർ ആയിട്ട് ഇങ്ങെടുത്തു അല്ലേ, അല്ലെങ്കിൽ സർക്കിളുകളായിട്ട് ഇങ്ങെടുത്തു അല്ലേ. ഞാൻ ഓരോ പോയിന്റുകളായിട്ടാണ് ഈ ഓരോ ഘടക കണികളെയും എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓരോ ഘടക കണികയുടെയും ന്യൂക്ലിയസ് മാത്രം എടുക്കുന്നു. അപ്പൊ ഇവരെ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3D ക്രമീകരണമാണ് അല്ലേ, ത്രിമാനതല ക്രമീകരണമാണ്. അപ്പൊ ഓരോ പോയിന്റുകളും, ഓരോ ഡോട്ടുകളും സൂചിപ്പിക്കുന്നത്, ഓരോ ബിന്ദുവും സൂചിപ്പിക്കുന്നത് കണികകളെയാണ്. ഈ കണികകൾ ഇങ്ങനെ കൂട്ടി വരച്ചാൽ നമുക്ക് ഒരുപാട് ബോക്സുകൾ കിട്ടും അല്ലേ. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബോക്സുകൾ കിട്ടും. ഇത്തരം ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. അപ്പോൾ ഒരു ഖരപദാർത്ഥത്തിന്റെ, ഒരു ക്രിസ്റ്റലിന്റെ എല്ലാ ഗുണങ്ങളും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഹോൾ ക്രിസ്റ്റലിനെ വേണ്ട, അതിൻ്റെ ഏറ്റവും ചെറിയ പോർഷനെ മതി. അതിനെയാണ് എന്തെന്ന് പറയുക? യൂണിറ്റ് സെൽ എന്ന് പറയുക. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ ഭാഗം അല്ലേ, ഏറ്റവും ചെറിയ ഭാഗം. ഇതിനാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുക. യൂണിറ്റ് സെല്ലുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ആദിമ യൂണിറ്റ് സെല്ലുകൾ. അടുത്തതോ കേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകൾ. ആദിമ യൂണിറ്റ് സെല്ലുകളും കേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകളും. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് ആദിമ യൂണിറ്റ് സെൽ, എന്താണ് കേന്ദ്രീകൃത യൂണിറ്റ് സെൽ എന്ന് നോക്കൂ. ആദിമ യൂണിറ്റ് സെല്ലുകൾ അഥവാ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഘടക കണികകൾ എവിടെയെല്ലാമാണ് ഉണ്ടാവുക? എല്ലാ കോർണറുകളിലും. ഇപ്പൊ ഒരു ക്യൂബ് അല്ലെ, ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എ ആണെന്ന് വിചാരിക്കുക. എ എഡ്ജ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിന് എത്ര കോർണർ ഉണ്ടാവും? 8 കോർണറുകളല്ലേ. 8 കോർണറിലും ആരുണ്ട്? ഘടക കണികകളുണ്ട്. 8 കോർണറിലും ഘടക കണികകൾ. അങ്ങനെയാണെങ്കിൽ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആദിമ യൂണിറ്റ് സെല്ലിനകത്തെ ആകെ ഘടക കണികകൾ, ഘടക കണിക എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റങ്ങളായിട്ട് എടുക്കാം അല്ലേ. ആകെ ആറ്റങ്ങൾ എത്ര ഉണ്ടാവും? ആകെ ആറ്റങ്ങൾ 8 ഉണ്ടാവോ? ഇല്ല, 8 ഉണ്ടാവില്ല അല്ലേ, ഒരെണ്ണേ ഉണ്ടാവും. എങ്ങനെ ഒരെണ്ണം വന്നതോ? ആകെ ആറ്റങ്ങൾ
ഒരു കോർണറിലെ ഒരു മൂലയിലെ ഘടക കണിക എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/8 ഭാഗം മാത്രമേ ആ ഒരു യൂണിറ്റ് സെല്ലിന് അവകാശമുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലത്തെ 8 എണ്ണമാണ്. അപ്പോൾ 1/8 × 8 1. അപ്പോൾ ഒരു കോർണർ അല്ലെ, ഒരു കോർണറിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, 8 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അതിൽ 1/8 ഭാഗമേ ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഒരു നോക്കൂ, ഇവിടെ 8 യൂണിറ്റ് സെല്ലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അറേഞ്ച് ചെയ്താണ്. 1 2 3 4 പിന്നെയോ 5 6 7 8 അല്ലേ. 8 യൂണിറ്റ് സെല്ലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അറേഞ്ച് ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റ് സെല്ലിന്റെ ഈ ഒരു കോർണറിലുള്ള ഒരു ഘടക കണിക അത് ആർക്കെല്ലാം വീതം വെച്ച് കൊടുക്കണം, ബാക്കി 8 പേർക്കും കൂടെ വീതം വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് സെല്ലാണെങ്കിലും രണ്ടാമത്തെ യൂണിറ്റ് സെല്ലാണെങ്കിലും ഇനി 8ാമത്തെ യൂണിറ്റ് സെല്ലാണെങ്കിലും കോർണറിലുള്ള ഒരു ഘടക കണികയുടെ 1/8 ഭാഗം മാത്രമേ അതിന് അവകാശപ്പെട്ടിട്ടുണ്ടാവൂ. അതുപോലത്തെ 8 കോർണറുകളുണ്ട് അല്ലേ, 8 മൂലകളുണ്ട്. അപ്പോൾ 1/8 × 8 സമം 1. അപ്പോൾ ഒരു ആദിമ യൂണിറ്റ് സെല്ലിനകത്തെ, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 1 ആണ്. ഇനി നോക്കൂ, സെന്റേർഡ് അല്ലെ, സെന്റേർഡ് യൂണിറ്റ് സെല്ലിനകത്തെ, കേന്ദ്രീകൃത യൂണിറ്റ് സെല്ലിനകത്തെ ആകെ ആറ്റങ്ങൾ എത്ര ഉണ്ടാവും ചോദ്യമാണ്. പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആദിമ നമ്മൾ പഠിച്ചു, ആകെ ആറ്റങ്ങൾ ഒരെണ്ണമാണ്. ഈ സെന്റേർഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഒരു യൂണിറ്റ് സെല്ലിന്റെ എല്ലാ മൂലകളിലും അല്ലെ, എല്ലാ കോർണറുകളിലും ഘടക കണികകൾ വന്നു. കോർണറുകളിൽ അല്ലാതെ പിന്നെ എവിടെയൊക്കെയാണ് ഇവിടെ ഘടക കണികൾ ഉള്ളത്? ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് 8 കോർണറും അതുപോലെ തന്നെ 6 മുഖങ്ങളുമാണ് അല്ലെ, 6 ഫേസുകളുമാണ്. 6 ഫേസിലും ഘടക കണികകളുണ്ട് അല്ലേ. അപ്പൊ നോക്കൂ, 1 പിന്നെയോ 2 3 4 ഇനി ഒന്ന് പുറകിലെ ഫേസിലാണ് 5ാമത്തത്, ഒന്ന് മുൻപിലെ ഫേസിൽ. അപ്പൊ 6 ഘടക കണികൾ അല്ലേ. ഇനി ഒരു ഫേസിലെ ഘടക കണിക എന്ന് പറയുമ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ, 1/2 ആണ്. ഫേസിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫേസ് മറ്റൊരു യൂണിറ്റ് സെല്ലുമായിട്ട് എന്താണ്, ഷെയർ ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നോക്കൂ, ഫേസിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. കോർണറിലെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അതുപോലത്തെ 8 കോർണറുകൾ. അപ്പോൾ 1/8 × 8 1. ഫേസിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ് അല്ലേ. അതുപോലത്തെ 6 ഫേസുകൾ. അപ്പൊ 6/2 3 ആണ്. അപ്പൊ നോക്കൂ, FCC മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെൽ അല്ലേ, അവിടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 4 ആണ്. ഇനി ഇവിടേക്ക് വന്നാലോ, ഇത് FCC ആണ്, ഫേസ് സെന്റേർഡ് അല്ലെങ്കിൽ മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെൽ. ഇനി ഇവിടേക്ക് വന്നാലോ, നോക്കൂ, എല്ലാ കോർണറിലും ആരുണ്ട്, ഘടക കണികകളുണ്ട് അല്ലേ. പിന്നെ ഒരു ഘടക കണിക എവിടെയാണുള്ളത്,
ബോഡിക്കുള്ളിലാണ്. ഇവിടെ ഒളിപ്പിച്ചു വെച്ചതാണ് അല്ലേ. അപ്പൊ ബോഡിക്കുള്ളിലുള്ളത് ആർക്കും കൊടുക്കണ്ട, അയാൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ കോൺട്രിബ്യൂഷൻ 1 ആയിരിക്കും അല്ലേ. അപ്പോ 1 × 1 സമം 1. പിന്നെയോ 1/8 ആണ് കോർണറിലെ കോൺട്രിബ്യൂഷൻ. 1/8 × 8 1 ആണ്. ടോട്ടൽ ആറ്റങ്ങൾ, ആകെ ആറ്റങ്ങൾ 2 ആണ്. ഇനി ഇവിടേക്ക് വന്നാലോ, ഇതിനെയാണ്, ഇത് BCC അല്ലേ, ബോഡി സെന്റേർഡ് അല്ലെങ്കിൽ അന്തർകേന്ദ്രീകൃത യൂണിറ്റ് സെൽ. ഇവിടേക്ക് വന്നാലോ അഗ്രകേന്ദ്രീകൃത യൂണിറ്റ് സെല്ലാണ്, അല്ലെങ്കിൽ എൻഡ് സെന്റേർഡ് അല്ലേ. എൻഡ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ നോക്കിയേ, എല്ലാ കോർണറിലും ഉണ്ട് 8 കോർണറുകൾ. കോർണറിലെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. 1/8 × 8 1 ആണ്. പിന്നെയോ ഒന്ന് ടോപ്പിലും ഒന്ന് ബോട്ടത്തിലും അല്ലെ, ഒന്ന് മുകളിലും ഒന്ന് താഴെയും, അല്ലെങ്കിൽ ഒന്ന് റൈറ്റില് അല്ലെ വലതുഭാഗത്ത്, ഒന്ന് എവിടെ ലെഫ്റ്റില്, അല്ലെങ്കിൽ ഒന്ന് മുൻപില് ഒന്ന് ബാക്കില് അല്ലെ, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ മതി. അപ്പോൾ ഇവിടെ ഒന്ന് മുകളിലും ഒന്ന് താഴെയുമാണ്. നോക്കി, ഇതെവിടെയാണ്, ഫേസിലല്ലേ. ഫേസിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ് അല്ലേ. 1/2 × 2 1 ആണ്. അപ്പൊ ആകെ ആറ്റങ്ങൾ 2 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു ആദിമ യൂണിറ്റ് സെല്ലിനകത്ത് ആകെ ആറ്റങ്ങൾ 1 ആണ്. ഇനി FCC മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെല്ലിനകത്തേക്ക് വന്നാലോ 4 ആണ്. ബോഡി സെന്റേർഡ് അല്ലെ അന്തർകേന്ദ്രീകൃത യൂണിറ്റ് സെല്ലിനകത്തേക്ക് വന്നാലോ 2 ആണ്. എൻഡ് സെന്റേർഡിലേക്ക് വന്നാലോ അവിടെയും എന്താണ്, 2 ആണ് അല്ലെ. അപ്പൊ നോക്കൂ, നമ്മൾ പഠിച്ചത് ആദിമ യൂണിറ്റ് സെൽ, മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെൽ, അന്തർകേന്ദ്രീകൃത യൂണിറ്റ് സെൽ, പിന്നെയോ അഗ്രകേന്ദ്രീകൃത യൂണിറ്റ് സെൽ. ഇതിന്റെ ഓരോന്നിന്റെയും ചിത്രം നമുക്ക് ഒന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യാം അല്ലെ. നോക്കൂ, പ്രിമിറ്റീവ് ആദിമ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, എവിടെയാണ് ഘടകകണികൾ ഉള്ളത്, മൂലകളിൽ മാത്രമാണ് അല്ലെ, കോർണറുകളിൽ മാത്രമാണ്. നോക്കൂ, ഇങ്ങനെ വരും അത് അല്ലെ. ഓരോ മൂലയിലെയും ഓരോ കോർണറിലെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1/8 ആണ്. അപ്പൊ ആകെ ആറ്റങ്ങൾ 1 ആണ് അല്ലെ. ആകെ ആറ്റങ്ങൾ 1 ആണ്. ആകെ ആറ്റങ്ങൾ 1. ഇനി സെന്റേർഡ് യൂണിറ്റ് സെല്ലിനകത്തേക്ക് പോയാലോ, സെന്റേർഡ് യൂണിറ്റ് സെല്ലുകൾ. സെന്റേർഡ് യൂണിറ്റ് സെല്ലുകൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് അല്ലെ. ഏതൊക്കെയാണ്, മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകൾ, അന്തർകേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകൾ, അഗ്രകേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകൾ അല്ലെ. ഇനി ഫേസ് സെന്റേർഡ് അല്ലെങ്കിൽ മുഖ കേന്ദ്രീകൃത യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നോക്കൂ, എവിടെയൊക്കെയാണ് ഘടക കണികകൾ ഉള്ളത്, എല്ലാ കോർണറുകളിലും ഉണ്ട് അല്ലെ. കോർണറിൽ കൂടാതെ എവിടെയാണ്, 6 മുഖങ്ങളിലും. ഏകദേശം ചിത്രം ഇങ്ങനെയായിരിക്കും. നോക്കൂ, കോർണറിലെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1/8 ആണ്. ഓരോ മുഖത്തെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1/2 ആണ് അല്ലെ. ആകെ ആറ്റങ്ങൾ, ആകെ ആറ്റങ്ങൾ, ആകെ ആറ്റങ്ങൾ, ആകെ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ 8 × 1/8 പ്ലസ് എന്താണ്, 6 × 1/2 അല്ലെ. അപ്പൊ നോക്കൂ, 1 + 3, ആകെ ആറ്റങ്ങൾ 4 ആണ്. ഇനി നമ്മൾ ബോഡി സെന്റേർഡിലേക്ക് വന്നാലോ, എല്ലാ കോർണറിലും ആരുണ്ട്, ഘടക കണികകളുണ്ട്. പിന്നെയോ ഒരെണ്ണം ബോഡിക്കുള്ളിലാണ്. ബോഡിക്കുള്ളിലുള്ളത് ആർക്കും കൊടുക്കണ്ട അല്ലേ. അപ്പോ ആകെ ആറ്റങ്ങൾ, ആകെ ആറ്റങ്ങൾ, കോർണറിൽ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അതുപോലത്തെ 8 കോൺട്രിബ്യൂഷൻ, ആകെ 1. പിന്നെയോ പിന്നെയുള്ളത് ബോഡിക്കുള്ളിലാണ് അല്ലേ. ബോഡിക്കുള്ളിൽ ഒരെണ്ണമാണ്, അവിടെ കോൺട്രിബ്യൂഷൻ 1 തന്നെ. അത് തികച്ചും അതിന് മാത്രമുള്ളതാണ് അല്ലേ. അപ്പോൾ 1. ടോട്ടൽ ആകെ ആറ്റങ്ങൾ 2 ആണ്. ഇനി എൻഡ് സെന്റേർഡിലേക്ക് വന്നാൽ നോക്കൂ, അഗ്രകേന്ദ്രീകൃത യൂണിറ്റ് സെല്ലുകൾ ഏതെങ്കിലും 2 അഗ്രഭാഗത്താണ് അല്ലേ. ഒന്നുകിൽ മുകളിലും താഴെയും, അല്ലെങ്കിലോ ഇടതും വലതും, അല്ലെങ്കിലോ മുൻപിലും ബാക്കിലും അല്ലേ. ഇവിടെ എങ്ങനെയുള്ളത്, മുകളിലും താഴെയുമായിട്ടാണ് അല്ലേ, മുഖങ്ങളിലാണ്.
അപ്പോൾ മുഖങ്ങളിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. അതുപോലത്തെ 2 മുഖങ്ങൾ അല്ലേ. പിന്നെയോ 8 കോർണറുകൾ, കോർണറിലെ കോൺട്രിബ്യൂഷൻ 1/8. ആകെ ആറ്റങ്ങൾ 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന എന്താണെന്നൊക്കെ ചോദ്യം വന്നു. ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണേ. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ നോക്കൂ, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്, 7 പരൽ വ്യൂഹങ്ങൾ. ഈ 7 പരൽ വ്യൂഹങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? നോക്കൂ, ABC അല്ലെ, വശങ്ങളുടെ നീളവും അതുപോലെ വശങ്ങൾ തമ്മിലുള്ള കോണിനെയും ആസ്പദമാക്കിയാണ് 7 പരൽ വ്യൂഹങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു യൂണിറ്റ് സെല്ലാണ്, ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ഇതിന്റെ എഡ്ജ് ലെങ്ത്തുകൾ ഏതൊക്കെയാണ്? A, B, C ആണ് അല്ലേ. ഈ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ കോൺ ഏതാണ്? ഗാമയാണ്. ദെൻ ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിളോ ആൽഫയാണ്. പിന്നെയോ സിക്കും എക്കും ഇടയിലുള്ള ആംഗിളോ ബീറ്റയാണ്. അപ്പൊ നോക്കൂ, ഈ എ ബി സി അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ ഇവ എന്ത് ചെയ്യാം? വ്യത്യാസപ്പെട്ടിരിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 പരൽ വ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു അല്ലെ, CTO or HMT. CTO, സി എന്ന് പറഞ്ഞാൽ ക്യൂബിക് ആണ് അല്ലെ. ടി എന്ന് പറഞ്ഞാൽ ടെട്രഗണൽ, ഒ എന്ന് പറഞ്ഞാൽ ഓർത്തോറോംബിക്. നോക്കൂ, ക്യൂബിക് എന്ന് പറയുമ്പോൾ A = B = C, ആൽഫ ബീറ്റ ഗാമ = 90 ഡിഗ്രി അല്ലേ. ഉദാഹരണം ഏതൊക്കെയാണ്? NaCl, KCl, സിങ്ക് സൾഫൈഡ്, ഡയമണ്ട്, കാൽസ്യം ഫ്ലൂറൈഡ്. ഉദാഹരണങ്ങൾ വിട്ട് കളയരുത്, പഠിച്ചു വെക്കണം. ഓക്കെ, ടെട്രഗണൽ എന്ന് പറഞ്ഞാലോ ഒരെണ്ണം തെറ്റി അല്ലേ. A = B ≠ C അല്ലേ, ഒരു തെറ്റ്. ആൽഫ ബീറ്റ ഗാമ എത്രയാണ്? 90 ഡിഗ്രി തന്നെയാണ്. ഉദാഹരണം ടിൻ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, സിർക്കോണിയം സിലിക്കേറ്റ് ആണ് അല്ലെ, ZrSiO4. പിന്നെയോ ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ 2 തെറ്റുകൾ, A ≠ B ≠ C. ആൽഫയും ബീറ്റയും ഗാമയും എന്താണ്? 90 ഡിഗ്രി ആണ്. റോംബിക് സൾഫർ അല്ലെ. പിന്നെയോ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെ, K2SO4, പൊട്ടാസ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ് ഇവയൊക്കെയാണ് ഉദാഹരണങ്ങൾ. പിന്നെ നോക്കൂ, നിങ്ങൾ ഇവിടെ 3, 2, 4 എന്ന് എഴുതിയിരിക്കുന്നു അല്ലെ. 324, CTO 324. നോക്കൂ, 3 എന്ന് പറയുമ്പോൾ ഇവിടെ പോസിബിൾ ആയിരിക്കുന്ന, സാധ്യമായിരിക്കുന്ന യൂണിറ്റ് സെല്ലുകൾ ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് വരാം, ബോഡി സെന്റേർഡ് വരാം, ഫേസ് സെന്റേർഡ് വരാം അല്ലെ. ആദിമം വരാം, കേന്ദ്രീകൃതം വരാം, പിന്നെയോ മുഖ കേന്ദ്രീകൃതം വരാം. ആദിമം, അന്തർകേന്ദ്രീകൃതം, പിന്നെയോ മുഖ കേന്ദ്രീകൃതം. ഇനി ടെട്രാഗണൽ എന്ന് പറയുമ്പോഴോ ആദിമം വരാം, അന്തർകേന്ദ്രീകൃതവും വരാം. ഓർത്തോറോംബിക് എന്ന് പറയുമ്പോഴോ എല്ലാവരും ഉണ്ട് അല്ലേ. പ്രിമിറ്റീവ് ഉണ്ട്, ആദിമമുണ്ട്, പിന്നെയോ ബോഡി സെന്റേർഡ് അന്തർകേന്ദ്രീകൃതമുണ്ട്, ഫേസ് സെന്റേർഡ് മുഖ കേന്ദ്രീകൃതമുണ്ട്, പിന്നെയോ എൻഡ് സെന്റേർഡ് അഗ്രകേന്ദ്രീകൃതമുണ്ട്. CTO 324 അല്ലേ. ഇനി അടുത്തത് നമ്മുടെ കോഡ് എന്തായിരുന്നു? CTORHMT അല്ലേ. റോംബോഹെഡ്രൽ. നോക്കൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. A = B = C, ആൽഫ ബീറ്റ ഗാമ അല്ലെ. ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി അല്ലെ, നോട്ട് = 90 ഡിഗ്രി. ഇതുവരെ എന്തായിരുന്നു? ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും എന്താണ്? ഈക്വൽ ആണ്, പക്ഷെ അത് 90 ഡിഗ്രി അല്ല എന്ന് മാത്രം അല്ലെ. എയും ബിയും സിയും ഈക്വൽ ആണ്. ഉദാഹരണം ഏതാണ്? സോഡിയം നൈട്രേറ്റും കാൽസൈറ്റുമാണ് അല്ലെ. അപ്പൊ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സാധ്യമായ ഘടനകൾ ഏതാണ്? പ്രിമിറ്റീവ് മാത്രമാണ് അല്ലെ. 1. അടുത്തത് ഹെക്സഗണൽ. ഒരു പോയിന്റും കൂടെ നോക്കൂ, റോംബോഹെഡ്രലിന്റെ മറ്റൊരു പേരെന്താണ്? ട്രയഗണൽ. ട്രയഗണൽ. പിന്നെ നോക്കൂ, ഹെക്സഗണൽ സാധ്യമായ ഘടന എന്ന് പറയുന്നത് പ്രിമിറ്റീവ് മാത്രമാണ് അല്ലെ. ഒരെണ്ണം തെറ്റി കണ്ടോ? A = B ≠ C അല്ലെ. ആൽഫ = ബീറ്റ = 90 ഡിഗ്രി. ഹെക്സഗണൽ എന്ന് വന്നാൽ ഓർത്തു വെക്കുക, ഗാമ =
120 ഡിഗ്രി ആയിരിക്കും. ഉദാഹരണം ഏതൊക്കെയാണ്? സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഗ്രാഫൈറ്റ്, പിന്നെയോ മെർക്കുറിക് സൾഫൈഡ്. അടുത്തതോ മോണോക്ലിനിക് അല്ലെ. മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ഉണ്ട്, പിന്നെയോ എൻഡ് സെന്റേർഡ് ഉണ്ട്. ആദിമമുണ്ട്, പിന്നെയോ അഗ്രകേന്ദ്രീകൃതമുണ്ട് അല്ലെ. സാധ്യമായ ഘടന രണ്ടെണ്ണമാണ്. ദെൻ അക്ഷങ്ങളിലെ ദൂരം അല്ലെങ്കിൽ വാക്കുകളുടെ നീളം എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി അല്ലെ. എല്ലാം എന്താണ്? വ്യത്യസ്തമായതാണ്. പിന്നെയോ ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്, എന്നാൽ ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. നേരത്തെ ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരുന്നു, ഗാമ 120 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഉദാഹരണം ഏതൊക്കെയാണ്? നോക്കൂ, സോഡിയം സൾഫേറ്റ്, മോണോക്ലിനിക് സൾഫർ, പിന്നെയോ Na2B4O7 അല്ലെ, ഡോട്ട് 10H2O, ബൊറാക്സ് ആണ് അല്ലെ, ബൊറാക്സ്. പിന്നെ ലാസ്റ്റ് വൺ ഏതാണ്? ട്രൈക്ലിനിക് ആണ് അല്ലെ. പ്രിമിറ്റീവ് ആണ് സാധ്യമായിട്ടുള്ള ഘടന. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നും തന്നെ ഈക്വൽ ആയിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്? സിമെട്രി ഏറ്റവും കുറവുള്ള ക്രിസ്റ്റൽ ഘടന, പരൽ വ്യൂഹം ഏതാണെന്ന് ചോദിച്ചാൽ ട്രൈക്ലിനിക് ആണ് അല്ലെ. സിമെട്രി ഏറ്റവും കുറവുള്ളത് ഏതാണ്? ട്രൈക്ലിനിക് ആണ്. ഉദാഹരണം K2Cr2O7 അല്ലെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പിന്നെയോ H3BO3 ബോറിക് ആസിഡ്, പിന്നെ ആരാണ്? കോപ്പർ സൾഫേറ്റ്. അപ്പൊ നോക്കൂ, CTORHMT അല്ലെ, ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ അഥവാ ട്രൈഗണൽ, പിന്നെ ആരാണ്? ഹെക്സഗണൽ, മോണോക്ലിനിക്, പിന്നെയോ ട്രൈക്ലിനിക് അല്ലെ. സാധ്യമായിട്ടുള്ള ഘടനകൾ അല്ലെ 324, പിന്നെയോ 121. ഫോൺ നമ്പർ ഒക്കെ പഠിക്കുന്നില്ലേ നമ്മൾ? അതുപോലെ ഒരു നമ്പർ 324, 1, 121 അല്ലെ. ടോട്ടൽ എത്ര ഉണ്ട്? 3, 2, 5, 5, 4, 9, 9, 3, 10, 14 അല്ലെ. 14 ഘടനകൾ സാധ്യമാണ്. ഈ 14 ഘടനകളെ പറയുന്ന പേരാണ് ബ്രാവിസ് ലാറ്റിസ്. എന്താണ്? ബ്രാവിസ് ലാറ്റിസ്. 14 ബ്രാവിസ് ലാറ്റിസുകൾ സാധ്യമാണ്. എന്നാൽ 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ, പരൽ വ്യൂഹങ്ങൾ സാധ്യമാണ്. നോക്കൂ, ബ്രാവിസ് ലാറ്റിസ് അല്ലെ. ബ്രാവിസ് ലാറ്റിസ് നമ്പർ എത്രയായിരുന്നു? 324. 1, 121 അല്ലെ. 3, 2, 5, 5, 4, 9, 9, 2, 11, 3, 14. 14 ബ്രാവിസ് ലാറ്റിസ് അല്ലെ, ബ്രാവിസ് ജാലിക. ഇപ്പൊ ക്യൂബിക് നോക്കൂ നിങ്ങൾ, 3 അല്ലായിരുന്നോ? പ്രിമിറ്റീവ് ആദിമം, പിന്നെയോ ബോഡി സെന്റേർഡ് അന്തർകേന്ദ്രീകൃതം, ഫേസ് സെന്റേർഡ് മുഖ കേന്ദ്രീകൃതം അല്ലെ. ടെട്രഗണൽ അല്ലെ. ടെട്രഗണൽ എന്ന് പറയുമ്പോൾ ആദിമവും അന്തർകേന്ദ്രീകൃതവും മാത്രം 2 അല്ലെ. ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാലോ എല്ലാം ഉണ്ട് അവിടെ, 4 ഉണ്ട് അല്ലെ. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റേർഡ് ഉണ്ട്, ഫേസ് സെന്റേർഡ് ഉണ്ട്, പിന്നെയോ ബേസിസ് ഫേസ് സെന്റേർഡ്, അതാണെന്ത്? അഗ്രകേന്ദ്രീകൃതം അഥവാ എൻഡ് സെന്റേർഡ് എന്ന് പറയുന്നത്. 324, 1, 121. ഓക്കെ. അപ്പൊ നോക്കൂ, ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ അല്ലെ. മോണോക്ലിനിക് എന്ന് പറഞ്ഞാലോ പ്രിമിറ്റീവ് ഉണ്ട്, പിന്നെയോ എൻഡ് സെന്റേർഡും ഉണ്ട്. ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് മാത്രം. 14 ബ്രാവിസ് ജാലിക.